ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് നൈറ്റിയുടെ കട്ടിംഗ് ആണ് കാണിക്കുന്നത്. ഇതാണ് 2 പീസ് നൈറ്റി. അപ്പോൾ 2 നൈറ്റിയും ഇതുപോലെ നമ്മൾ വാങ്ങുമ്പോൾ കിട്ടില്ല, നീളത്തിൽ മടക്കിയിട്ട് പിന്നൊരു വട്ടം മടക്കൽ. അപ്പോൾ അതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിത് ഞാൻ ഓപ്പൺ ഭാഗം ആവശ്യത്തേക്ക് നീക്കിയിട്ടു, ക്ലോസ്ഡ് ഭാഗം ഈ ഭാഗത്തേക്ക് വേണ്ട. ഇത് രണ്ടെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് താത്തി മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്നും നമുക്ക് ടോട്ടൽ ലെങ്ത് എത്രയാണോ അത് താഴേക്ക് അടയാളപ്പെടുത്തണം കേട്ടോ. അത് താഴേക്ക് 52 ഇഞ്ചാണ് അവർക്ക് വേണ്ടത്. 52 അടങ്ങിപ്പെടുത്തി അതിനുശേഷം ഞാൻ 2 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇവിടെ കട്ട് ചെയ്തപ്പോൾ ഞാൻ നേരെ സ്ട്രെയിറ്റ് ആയിട്ടല്ല, ഒരല്പം മുകളിലേക്ക് ചെരിച്ചാണ് കട്ട് ചെയ്തത്. അപ്പൊ ഇതാണ് നമ്മുടെ ഒറിജിനൽ. അത് ഞാൻ 2 എണ്ണത്തിലും മാർക്ക് ചെയ്തു. എനിക്ക് അവിടെ വെച്ചാണ് മടക്കി അടിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഷോൾഡർ ആണ് അടയാളപ്പെടുത്തേണ്ടത്. അപ്പൊ ഈ ഷോൾഡർ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 14 ഇഞ്ചാണ് വേണ്ടത്. 7 ഇഞ്ച് കൊടുക്കും. കണ്ടോ, 7 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ആ 7 ഇഞ്ച് ഇത്തിരി കൂടി താഴെയും ഈ 7 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നേരേക്ക് വരച്ചിടണം. അപ്പൊ നമുക്ക് ഈ സ്കെയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് നേരെ താഴേക്ക് വരയ്ക്കാം. അപ്പൊ ഇവരുടെ വണ്ണം വന്നേക്കണത് 39 ഇഞ്ച്. 39. അപ്പൊ 43 ഇഞ്ച് വണ്ണം നമുക്ക് തയ്ച്ചു കഴിയുമ്പോൾ കിട്ടണം. അപ്പൊ അതിന് 39 ഇഞ്ച് ആകുമ്പോൾ ഒരു 6.5 ഇഞ്ച് താഴേക്ക് ഞാൻ അടയാളപ്പെടുത്തി. നമുക്ക് കൈക്കുഴി വരക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുത്തിട്ട ചോക്ക് മാറ്റി ഉപയോഗിക്കാം. കണ്ടോ, ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് നമുക്ക് 39 അല്ലേ, അപ്പൊ 43 ഇഞ്ചാണ് എനിക്ക് ഇവിടെ കിട്ടേണ്ടത്. ലൂസ് കൊടുക്കണം. 42, 43, 10.25 ഞാൻ അടയാളപ്പെടുത്തിയിട്ട. അപ്പൊ ഇനി ഇതിന്റെ നമ്മുടെ സെന്റർ ഒന്ന് നോക്കുക. 6.5 ആകുമ്പോൾ 3.25 ഇഞ്ചിൽ അടയാളപ്പെടുത്തി. ഇനി ഈ കർവുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ ഇവിടെ ഒരു 1/2 ഇഞ്ച് നീക്കി വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കണ്ട. ഇനി അതൊന്ന് അളന്ന് നോക്കാം. നമുക്ക് ഇവരുടെ കൈക്കുഴി കിട്ടിയിരിക്കുന്നത് 18 ഇഞ്ചാണ്. ആ 18 ഇഞ്ച് ഇതുപോലെ അടയാളപ്പെടുത്താം. പക്ഷേ ഇതിപ്പോ 18 കൂടുതലുണ്ട്. അപ്പൊ നമുക്ക് 6.5 ഇഞ്ച് വേണ്ട. അപ്പൊ ഇതിന് മുകളിലേക്ക് ഒരല്പം കൂടി മുകളിലേക്ക് കയറ്റി വരച്ചു കൊടുത്തു. ഇനി ഇവിടെയാണ് നമുക്ക് നോക്കണത്. അപ്പൊ ഇതും അല്പം മുകളിലേക്ക് കയറും. അപ്പൊ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്നുകൂടി വരച്ചു കൊടുക്കണം കേട്ടോ. ഇനി നമുക്കൊന്ന് അടയാളപ്പെടുത്താം. നോക്കാം. കറക്റ്റ് 9 ഇഞ്ചിൽ കിട്ടി. ഇനി നമുക്ക് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി താഴേക്ക് നമുക്ക് ഷേപ്പ് വണ്ണം കൊടുക്കണം. 36 ഇഞ്ചാണ് ഷേപ്പ് വണ്ണം. ഇത് ബോർഡിൽ നിന്ന് എടുത്ത മെഷർമെന്റ് ആണ്. അപ്പൊ ഞാനൊരു 36 കൂടെ 3 ഇഞ്ച് കൂടി കൂട്ടുന്നു. 39, 36, 38, 39 കണ്ട. 9.25 കൊടുത്തു. പിന്നെ ഇവിടെ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഇങ്ങോട്ടേക്ക് ഇത് കൊടുക്കാം. അപ്പൊ ഇതിപ്പോ തയ്ച്ച് വരുമ്പോ ഇങ്ങനെ വരും കേട്ടോ. അപ്പൊ ഇതിന്റെ ബ്രസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 41 ഇഞ്ചാണ്. അപ്പൊ ഈ ഒരു ലൈനിനുള്ളില് 41 ഇഞ്ച് ബ്രസ്റ്റ് ലൈനിൽ കിട്ടുമോ എന്ന് നോക്കണം. 41 ഇഞ്ച് കറക്റ്റ് കിട്ടും. അപ്പൊ ഇതാണ് നമ്മുടെ ചെസ്റ്റും ഷേപ്പും കേട്ടോ. ചിലർക്ക് ഇവിടെ കൂടുതൽ വരും. അപ്പൊ ഒത്തിരി ഇങ്ങോട്ടേക്ക് നീക്കി വരക്കാൻ നോക്കുക. ഇനി കുറവാണെങ്കിൽ ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിന്നും നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് കൊടുക്കില്ലേ, അതുപോലെ ഈ ഒരു ഭാഗം നോക്കണം കേട്ടോ. ഈ ഒരു ഭാഗം നമുക്ക് ഹിപ്പ് വണ്ണോണേ 42 ഇഞ്ച് ഉണ്ട്. അപ്പൊ 42, 46 ഇഞ്ച് ഇവിടെ കിട്ടുമോ എന്ന് നോക്കാം. 44, 46 ഇവിടെയായിട്ട് നമ്മൾ സ്റ്റിച്ച് പോകും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു തയ്യൽ തുമ്പ് കൊടുക്കണം. അപ്പൊ ഇതിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുക്കണം. അപ്പൊ ഇത് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്യണം.
രണ്ടും കൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തു. ഇനി ഇത് നമുക്ക് ഇതിങ്ങനെ മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ സ്റ്റിച്ചിങ് പോകുന്ന വഴി ഏതൊക്കെയാണോ അതിലൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇവിടെയാണ്, ഇവിടെ നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ആയിട്ടിരിക്കല്ലേ, അതിങ്ങനെ വിടിയിച്ചെടുക്കണേ. ഇനി നമുക്ക് സ്ലീവ് ലെങ്ത് എത്രയാണോ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ടല്ലോ, അപ്പം അതിലൂടെ ഒന്ന് പുറത്തേക്ക് ഇത് കട്ട് ചെയ്യും. പിറ്റേര് മടക്കി അടിക്കണില്ല. അപ്പം ഇത് നോക്കിയിട്ട് വേണം കേട്ടോ, കറക്റ്റായിട്ട് വെച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യാൻ. നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഓരോന്നും ഇതുപോലെ എടുക്കണം, സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബാക്ക് പീസ്, ബാക്കിൻ്റെ നെക്ക് അടയാളപ്പെടുത്തണം. ഒരു 2.5 ഇഞ്ച് കഴുത്തകലം കൊടുക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഞാനൊരു 3 ഇഞ്ച് ഇറക്കം കൊടുത്തു. ഇവിടെയും 2.5 ഇഞ്ചിൽ ഇതുപോലെ ജോയിൻ ചെയ്യുക, ഇവിടെ ഒരു ഷേപ്പ് ചെയ്യുക. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഇനി നമുക്കിതിനെ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഇതുപോലെ ഒപ്പം വയ്ക്കുക. ഇത് 2 നൈറ്റിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ 2 കൂടി ഒപ്പമാണ് കട്ട് ചെയ്യുന്നത്. ഞാൻ 2.5 ഇഞ്ച് അകലം കൊടുത്തു. നെക്ക് പറഞ്ഞിരിക്കുന്ന 6 ഇഞ്ചാണ് കേട്ടോ ഇറക്കം. അപ്പോൾ ആ 6 ഇഞ്ചിൽ ഒരു ലൈൻ കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് 2.5 ഇഞ്ചിലേക്ക് ബോക്സ് ആക്കണം. എന്നിട്ട് നമുക്ക് ഇതിനുള്ളിൽ എങ്ങനത്തെ ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരെണ്ണം ഇതുപോലെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി ഒരെണ്ണം യു കൊടുക്കാം നമുക്ക്. അതായത് ഞാൻ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഒരു അളവിൽ നിന്നും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ. എന്നിട്ട് ഇവിടുന്ന് ഷേപ്പ് ചെയ്യാം. അപ്പം നമുക്ക് 2 നെക്കായിട്ട് ഞാൻ ആദ്യം ഒരേപോലത്തെ കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരാളുടെ തന്നെ ആയതുകൊണ്ട് ഞാൻ 2 ആയിട്ട് കട്ട് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൈക്കുഴി ഒരല്പം ഉള്ളിലേക്ക് കുഴിച്ചു കൊടുക്കാം. അങ്ങനെ ചെയ്യണം, നല്ലതാണ്. റെഡിമെയ്ഡ് നൈറ്റിയിലൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ ഒരാളുടെ അളവെടുത്ത് ചെയ്യണതല്ലേ. അപ്പോൾ ഒരല്പം ഇതുപോലെ ഒന്ന് ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ഇഞ്ച്. ഇനി നമുക്ക് ഈ നെക്ക് കട്ട് ചെയ്തെടുത്ത പീസില്ലേ, അതിങ്ങനെ സൈഡ് കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അത് 4 പീസിൻ്റെ. എന്നിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കും മറിച്ചിടാനായിട്ടുള്ള ഒരു പീസ് ഇതിൽ നിന്ന് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. നമുക്ക് എന്ത് ഷേപ്പാണോ വേണ്ടത്. ഇനി ഇതിപ്പോൾ ഉള്ളിലേക്ക് മറിച്ചിടാനാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതിന് ഞാൻ യു അല്ലേ വെട്ടിയത്, അപ്പോൾ ആ യു തന്നെ ഇവിടെയും വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇത് യു ആക്കണമെങ്കിൽ യു ആക്കി കൊടുക്കാം കേട്ടോ, ഇതുപോലെ. ഇപ്പം 2ൻ്റെയും കഴുത്തിൻ്റെ ഇത് കിട്ടി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് എടുക്കണം. പിന്നെ നമുക്ക് ഓപ്പൺ കൊടുക്കണില്ലെങ്കിലും ഓപ്പൺ ആയിട്ട് ഒരു പടി പോലെ വെച്ച് കൊടുക്കണം. അപ്പം അതിന് ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും ഓപ്പൺ ആവശ്യമില്ല. അപ്പം നമുക്ക് ഇതിൽ നിന്നും എന്താണ് പടി വയ്ക്കാനായിട്ട് ഒരെണ്ണം മാറ്റാം. പിന്നെ നമുക്ക് ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ പടി വയ്ക്കാൻ ഇതിൽ നിന്നും ഒരെണ്ണം മാറ്റാം. ഇതിൽ നിന്ന് 2 എണ്ണം ഞാൻ ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടും കൂടി ഇതുപോലെ ഒന്ന് ഒപ്പം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യാം. നമുക്ക് ഒരു പീസ് പോരാ, 2 എണ്ണം ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പം അതുകൊണ്ട് ഇത് 2 എണ്ണം മതിയാകും. ഇത് നമ്മൾ 2 പീസ് എടുത്തില്ലേ,
അപ്പോൾ ഇത് തമ്മിൽ ജോയിൻ ചെയ്ത് എടുക്കണം. ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ട് നീളത്തിൽ അടിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലും മതി. അപ്പോൾ ഇതാ ഇതുപോലെ നീണ്ടിട്ടുള്ള ക്രോസ് പീസ് കിട്ടും. അപ്പം അതിനുള്ളതായി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. അതാ ഈ രണ്ട് പീസിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പടി പോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിയാണേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു 9 ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ. 9, 10 അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ ഇതാ ഇത്രയും ഐറ്റംസ് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. ഇതൊന്നും ഇനി ആവശ്യമില്ല. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ നൈറ്റി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നൈറ്റി. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ ലൈസൊക്കെ വെച്ച് കൊടുത്തു. ഒരു ഷോ ബട്ടണും കൊടുത്തിട്ടുണ്ട്. ഇത് സ്ലീവ്സ് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ മറ്റേ ബ്ലാക്ക് കളറിലെ നൈറ്റിയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനേ ഈ ഒരു ലൈസ് ഒരു അല്പം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ മാത്രമായിട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ 2 ഷോ ബട്ടണും ഈ കളർ തന്നെയാണല്ലോ എന്ന് ഓർത്തിട്ട് അങ്ങനെ കൊടുത്ത്. അപ്പോൾ ഇത് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.